കളി കളിക്കാൻ തയ്യാറാണോ? ഒരു കളി കളിച്ചാൽ തീരാവുന്ന പ്രശ്നം. കളി ജയിച്ച 45.6 മില്യൺ അഥവാ 3.95 ട്രില്യൺ ഇന്ത്യൻ റുപ്പി തരാം. അഥവാ കളി തോറ്റാൽ 2021 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത സ്ക്വിഡ് ഗെയിം ആദ്യ 28 ദിവസം കൊണ്ട് ബ്രിഡ്ജർട്ടൺ സൃഷ്ടിച്ച 88 മില്യൺ വ്യൂവർഷിപ്പ് മറികടന്ന് 111 മില്യൺ വ്യൂവർഷിപ്പ് റെക്കോർഡ് സൃഷ്ടിച്ചു. US നെറ്റ്ഫ്ലിക്സ് ചാർട്ടിൽ ഒന്നാമതെത്തിയ ആദ്യ കൊറിയൻ സീരീസ് 94 രാജ്യങ്ങളിൽ ടോപ്പ് TV ഷോയിൽ ഇടം നേടി. അങ്ങനെ അനവധി റെക്കോർഡുകൾ വാരിക്കൂട്ടിയ സ്ക്വിഡ് ഗെയിം ശരിക്കും നടന്ന സംഭവമാണോ? സ്ക്വിഡ് ഗെയിം നടന്ന സംഭവമാണോ എന്ന രീതിയിൽ ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളിൽ സത്യമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ബ്രദേഴ്സ് വെൽഫെയർ ക്യാമ്പിലുണ്ട്. 1950 നടന്ന നോർത്ത് സൗത്ത് കൊറിയൻ യുദ്ധം കഴിഞ്ഞപ്പോൾ അനാഥരും വികലാംഗരുമായി അന്തി ഉറങ്ങാൻ പോലും ഇടമില്ലാതെ തെരുവുകളിൽ കഴിയുന്ന സൗത്ത് കൊറിയൻ ജനത 1988 സിയോൺ ഒളിമ്പിക്സിന് വേദിയാവേണ്ട സൗത്ത് കൊറിയയിൽ അനാഥരും ഭവനരഹിതരുമായി കഴിയുന്ന ഈ ജനതയെ മാറ്റിപ്പറപ്പിക്കുന്നതിനായി അന്നത്തെ സൗത്ത് കൊറിയൻ പ്രസിഡന്റായ പാർക്ക് ചുൻ ഹിയുടെ നേതൃത്വത്തിൽ ബ്രദേഴ്സ് വെൽഫെയർ സെന്റർ കെട്ടി. അശരണരായവരെ സംരക്ഷിക്കുന്നതിന് കെട്ടിയ ബ്രദേഴ്സ് വെൽഫെയർ സെന്റർ പിന്നീട് അരങ്ങേറിയത് ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായ അതിക്രൂരവും പൈശാചികവുമായ പീഡനങ്ങളായിരുന്നു. 15 മുതൽ 18 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന കഠിനമായ ജോലി. സ്ത്രീ പുരുഷ ഭേദമന്യേ അടിമകളെ പോലെ ജോലി ചെയ്യുന്നു. ആവശ്യത്തിന് ഭക്ഷണമോ വസ്ത്രമോ ഇല്ല. ചികിത്സയില്ലാതെ മരിക്കുന്ന രോഗികൾ. ഇടുങ്ങിയ മുറിയിലെ നരകതുല്യമായ ജീവിതം. പേരിൽ വെൽഫെയർ സെന്റർ, എന്നാൽ ഉള്ളിൽ അടിമപ്പണിയും പീഡനവും. സ്ക്വിഡ് ഗെയിമിലെ പോലെ തന്നെ ഇവിടെയും ആളുകൾക്ക് ജീവന് വേണ്ടി പോരാടേണ്ടി വന്നു. എന്നാൽ ഇവിടെ ജയമോ തോൽവിയോ ഇല്ല എന്ന് മാത്രം. സ്ക്വിഡ് ഗെയിമിലെ പോലെ ഫാൻസി സെറ്റപ്പ് ഒന്നും ബ്രദേഴ്സ് വെൽഫെയർ ക്യാമ്പിൽ ഉണ്ടായിരുന്നില്ല. അതിനാൽ സ്ക്വിഡ് ഗെയിം ഒരു ഫിക്ഷൻ ആയാലും അതിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ കഥകൾ ബ്രദേഴ്സ് വെൽഫെയർ ക്യാമ്പിലുണ്ട്.